നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. CPM ജില്ലാ സെക്രട്ടറിയായ കെ രാഗേഷിനെ ഒന്ന് അഭിനന്ദിച്ചതിന് ദിവ്യ അയ്യർ IAS ഇനി കേൾക്കാൻ ബാക്കിയൊന്നുമില്ല. ഒരു സുഹൃത്തിനെ അഭിനന്ദിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂത്ത് കോൺഗ്രസ്സുകാരാണ് ദിവ്യക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിന് പിന്നിൽ. പക്ഷേ ഈ വിഷയത്തിൽ കെ രാഗേഷ് എടുത്ത നിലപാടാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്. ദിവ്യയുടെ ആശംസകൾ സൗഹാർദ്ദപരമായ ഒന്നാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇതിന് സമാനമായൊരു സംഭവം മുൻപുണ്ടായിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെടുത്ത നിലപാട് മറ്റൊന്നായിരുന്നു. ആ സംഭവം നിങ്ങൾക്ക് ഓർമ്മ കാണില്ല. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ സന്ദർഭമുണ്ടായത് 2014-ലാണ്. അതായത് കേരളം ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത്. അന്നത്തെ KPCC അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ VM സുധീരൻ. അങ്ങനെ VM സുധീരൻ KPCC അധ്യക്ഷനാകുന്നു. അദ്ദേഹം കൊല്ലം DCC ഓഫീസിലെത്തുമ്പോൾ സ്വീകരണ പരിപാടിയിലേക്ക് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന B മോഹനൻ എത്തുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകന്റെ കയ്യിലിരുന്ന ഷോള് വാങ്ങി സുധീരനെ അണിയിക്കുന്നു. ഉടൻ തന്നെ രാഷ്ട്രീയ വിവാദമുണ്ടാകുന്നു. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ വിവാദമെന്ന്. കളക്ടറുടെ നടപടി അനുചിതമാണ്, അദ്ദേഹം രാഷ്ട്രീയക്കാരൻ ആവരുത് എന്നൊക്കെ ഇടത് സംഘടനകൾ പരാതിപ്പെടുകയും ചെയ്തു. എന്നാൽ കളക്ടർ പറഞ്ഞത് തനിക്ക് സുധീരനെ നേരിട്ടറിയാം, എല്ലാ രാഷ്ട്രീയ നേതാക്കളും ബഹുമാനത്തോടെയാണ് താൻ കാണുന്നത് എന്നൊക്കെയാണ്. ഒരാളെ അഭിനന്ദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു സുഹൃത്തിനെ അഭിനന്ദിക്കുന്നതിൽ എന്താണ് തെറ്റ്, അതാണ് അദ്ദേഹം നൈസായിട്ട് ചോദിച്ചത്. ഇടത് സംഘടനകൾ ഈ വിഷയത്തിൽ എടുത്ത നിലപാടാണ് ഊന്നി പറയേണ്ടത്. രാഷ്ട്രീയക്കാരനാവരുത്, കോൺഗ്രസിനോട് ചായ്വ് കാട്ടുന്ന കളക്ടർ, അങ്ങനെ പല വിമർശനങ്ങളാണ് അന്ന് വന്നത്. നിങ്ങൾ എന്തുകൊണ്ട് സൗഹാർദ്ദപരമായി അതിനെ കണ്ടില്ല? മറ്റൊരു രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ സുഹൃത്തിനെ പോലും ഒറ്റുന്ന കോൺഗ്രസ്സുകാരെയാണ് നമ്മൾ ആ വിവാദത്തിൽ കണ്ടത്. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായപ്പോൾ ആദ്യം പ്രതികരിച്ചത് സുധീരൻ തന്നെയാണ്. കളക്ടറുടെ നടപടി അനുചിതമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. നന്നായി തേച്ചു എന്ന് സാരം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അദ്ദേഹത്തെ കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് മാറ്റാൻ തീരുമാനമായിരുന്നു. എന്നാൽ പരാതിയെ തുടർന്ന് അദ്ദേഹത്തെ പത്തനംതിട്ട കളക്ടർ സ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെ നീക്കിയിരുന്നു. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം ഊരാക്കുരുക്കിൽ ആവുകയായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ദിവ്യയെ കുറ്റം പറയാൻ കോൺഗ്രസ്സുകാർക്ക് യോഗ്യതയില്ല, പിന്തുണയ്ക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്കും. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.